ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. ഇന്ന് മാർക്കറ്റും ആരും ഷോർട്ട് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം ചില ദിവസങ്ങളിൽ, വളരെ പോസിറ്റീവായ ദിവസങ്ങളിൽ ആളുകൾ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തും കാശ് നഷ്ടപ്പെടുത്താറുണ്ട്. യെസ്, അങ്ങനെ അവസാനം അമേരിക്കയും ഇറാനും ഇസ്രായേലൊക്കെ തമ്മിലുള്ള മാസങ്ങളായിട്ടുള്ള സംഘർഷത്തിന് വിരാമമാകുന്ന ഒരു തരത്തിലുള്ള സമാധാന കരാറിലേക്ക് ധാരണയായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇറാനെതിരെയുള്ള നാവിക ഉപരോധം അവസാനിപ്പിക്കും. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഹോർമുസ് കടലിടുക്ക്, സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് വീണ്ടും വാണിജ്യ ഷിപ്പിന് വേണ്ടിയിട്ട് തുറക്കും. ഇറാന് എണ്ണ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങളിൽ ഇളവ് ലഭിക്കും. ഇറാൻ്റെ ഫ്രീസ് ചെയ്ത ഏകദേശം $25 ബില്യൺ അത് റിലീസാക്കപ്പെടാം എന്നുള്ള റിപ്പോർട്ടുകൾ. കൂടാതെ തന്നെ ഇറാൻ ഈ ഈ യുറേനിയം എൻറിച്ച്മെൻറ്റ് നടത്തില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിന് ഇറാനിലെ ചില കടുത്ത രാഷ്ട്രീയ ഗ്രൂപ്പുകൾ ഈ ഒരു കരാറിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഇത് 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 കരാർ അന്തിമഘട്ടത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണുള്ളത്. ക്രൂഡ് പ്രൈസ് ഫോളായി, ആഗോള മാർക്കറ്റുകളെല്ലാം തന്നെ ഗംഭീര റാലിയിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റും ഗംഭീരമായിട്ടുള്ളൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആളുകൾ മാർക്കറ്റ് ഇങ്ങനെ വെറുതെ ഷോർട്ട് ചെയ്യും. മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത് ഹ്യൂജ് ക്യാഷ് നഷ്ടപ്പെടും. കാരണം മാർക്കറ്റ് റാലി ചെയ്യുമ്പോൾ കോൾ സൈഡിൻ്റെ തന്നെ പ്രീമിയം സ്പൈക്ക് ചെയ്യുന്നത് അഗ്രസീവായിട്ടാണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് പോലും വെക്കാൻ പറ്റാത്ത രീതിയിലാണ് കോൾ സൈഡിൻ്റെ പ്രീമിയം സ്പൈക്ക് ചെയ്യുന്നത്. എന്നാൽ പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം മെൽറ്റ് ആകുകയില്ല. കാരണം അൺയൂഷ്വൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ മാർക്കറ്റിനെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് കണ്ട ആളുകളെല്ലാം തന്നെ വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ എല്ലാം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് കയറി വരുന്ന ഒരു സിനാരിയോ ഉണ്ടായേക്കാം. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 1.25% റാലി രേഖപ്പെടുത്തി 4300 സിൽവർ 3% സ്പൈക്ക് രേഖപ്പെടുത്തി 70. ബിറ്റ് കോയിനും കൂടെ ഒന്ന് മൂവ് ചെയ്തു. ബ്രന്റ് ഓയിൽ കാണാം 84 ഇടിഞ്ഞു. നാച്ചുറൽ ഗ്യാസും 2% ഫോളായി. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഉണ്ടായിരുന്നത് 23,682 ഓപ്പണിംഗ് 24,000 മുകളിലാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉള്ള കാണിക്കുന്നത് നോക്കണ്ട. ഡോ ഫ്യൂച്ചറും നാസ്ഡാക്ക് ഫ്യൂച്ചറും പ്ലസ് ആണ്. കൊറിയൻ മാർക്കറ്റെല്ലാം തന്നെ 5%, ജപ്പാൻ മാർക്കറ്റെല്ലാം തന്നെ 5% റാലിയിലാണ്. ഏറ്റവും താഴേക്ക് പോകുകയാണെങ്കിൽ US വിക്സൊക്കെ ക്രാഷായി. US മാർക്കറ്റൊക്കെ വളരെ പോസിറ്റീവ് ക്ലോസിങ്ങും യൂറോപ്യൻ മാർക്കറ്റെല്ലാം തന്നെ വളരെ പോസിറ്റീവ് ക്ലോസിങ്ങും ഓൾറെഡി നടത്തി കഴിഞ്ഞു. ഇന്ത്യൻ മാർക്കറ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ 24,000 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് 24,000 ഒരു സപ്പോർട്ടായിട്ടൊക്കെ ആക്ട് ചെയ്തേക്കാം. ഇപ്പോൾ ഈ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത് ലോസ് വരുത്തുന്ന കാര്യം ഞാൻ ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. 23,700 മാർക്കറ്റ് ഉള്ളത്. 800 ഷോർട്ട് ചെയ്തിട്ടുണ്ടാവാം. 24,000 ആളുകൾ ഷോർട്ട് ചെയ്തിട്ടുണ്ടാവാം. അതിനെല്ലാം തന്നെ പ്രീമിയം ഇന്ന് പറക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ PCR 1.74 അതീവ ബുള്ളിഷായിരുന്നു PCR ഉണ്ടായിരുന്നത്. അപ്പോൾ ആ PCR നോക്കി കാണുമ്പോൾ ആളുകൾക്ക് അത് ഷോർട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി സ്വാഭാവികമായിട്ടും കുറവായിരിക്കണം. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് കറൻറ്റ് എക്സ്പയറിയില്ല 16 ജൂണിൽ എടുത്ത് നോക്കുകയാൽ കാണാൻ സാധിക്കും 1.75 PCR. അടുത്ത് വളരെ റീസെൻ്റായിട്ട് ഇത്ര ഹ്യൂജ് ആയിട്ടുള്ള PCR വന്നിട്ടില്ല. അപ്പോൾ പുട്ട് കോൾ റേഷ്യോ എന്താണെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് മാർക്കറ്റിനെ അവർ ഷോർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ തീരെ കുറവായിരിക്കാം. അപ്പോൾ അതാണ് നമ്മൾ ഈ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ എല്ലാം തന്നെ ഉപയോഗം നമ്മൾ എല്ലായ്പ്പോഴും നമുക്ക് വരില്ല. പക്ഷേ ഇങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളിൽ ഓക്കെ ഇങ്ങനെയാണ് പുട്ട് കോൾ റേഷ്യോ, എന്നാൽ പിന്നെ ഞാൻ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യേണ്ട എന്നുള്ള തീരുമാനം എടുക്കാൻ നമുക്ക് പുട്ട് കോൾ റേഷ്യോ ഉപയോഗപ്പെട്ടേക്കാം. എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപയോഗപ്പെടില്ല. പക്ഷേ ചില ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടിത് ഉപയോഗപ്പെട്ടേക്കാം. ഇന്ന് സ്റ്റോക്കുകളിൽ പ്രത്യേക വാർത്തകളിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം എല്ലാ സ്റ്റോക്കുകളും ഇന്ന് ഗ്യാപ്പ് അപ്പിലായിരിക്കാം ഉണ്ടാവുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരിക്കാം. എങ്കിൽ കൂടിയും വേദാന്തയുടെ എല്ലാം തന്നെ സ്റ്റോക്കുകൾ ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ദിവസമാണ്. വേദാന്ത അലൂമിനിയം, ഓയിൽ, പവർ, അയൺ ആൻഡ് സ്റ്റീൽ തുടങ്ങിയ കമ്പനീസ്. കൂടാതെ GSW സ്റ്റീൽ, GSW എനർജിയുടെ എല്ലാം തന്നെ പുതിയ പ്ലാന്റ് കമ്മീഷൻ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. ONGC അവർ ഫണ്ട് റേസ് ചെയ്യുന്നുള്ള ന്യൂസ് ഉണ്ട്. പവർ ഗ്രിഡ് പുതിയ ഓർഡർ കിട്ടിയെന്നുള്ള ന്യൂസ് ഉണ്ട്. മീഷോ
പുതിയ സബ്സിഡിയറി അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ള ന്യൂസുണ്ട്. അങ്ങനെ കുറച്ച് ന്യൂസുകളുണ്ട്. പക്ഷേ ഈ ന്യൂസുള്ള കമ്പനീസ് മാത്രമല്ല, ഇന്ന് ഇത്ര വലിയ ഗ്യാപ്പപ്പ് ആയതുകൊണ്ട് തന്നെ പൊതുവേ എല്ലാ കമ്പനീസും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഓപ്പണിംഗ് ആയിരിക്കാം കിട്ടുക. അപ്പോൾ അതുകൊണ്ട് സ്പെസിഫിക് കമ്പനികളുടെ ന്യൂസുകളിലേക്ക് പോകുന്നില്ല. അപ്പോൾ നല്ലൊരു മാർക്കറ്റ് ദിവസം ഈ ഒരാഴ്ചയുടെ തുടക്കത്തിൽ കിട്ടുമെന്നുള്ള എക്സ്പെക്റ്റേഷൻ. വൈകിട്ട് കാണാം. താങ്ക് യു.